സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മെയിലെ ഫൈനൽ കൺഫർമേഷൻ കഴിഞ്ഞുള്ള ഡേറ്റ വന്നിട്ടുണ്ട്. എക്സാം നടക്കാൻ പോകുന്നത് 23/5/2026 23/5/2026. അതായത് മെയ് മാസം 23-നാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇനി എക്സാമിന് വേണ്ടി നമ്മുടെ മുൻപിലുള്ള സമയം എത്രയാണ്? ഇന്ന് തീയതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർച്ച് മാസമാണ്. മാർച്ച് 21 ഇന്നത്തെ തീയതി. ഈ മാസം ഇനിയും 10 ദിവസം കൂടിയാണുള്ളത്. പിന്നെ ഏപ്രിൽ മാസം ലഭിക്കുന്നുണ്ട്. ഏപ്രിൽ ഒരു 30 ദിവസമുണ്ട്. ദെൻ അതിനുശേഷം പിന്നെ മെയ് മാസമാണ്. മെയ് 23-നാണ് പരീക്ഷ. 22 ദിവസം അവിടെ കിട്ടുന്നുണ്ട്. അതായത് മൊത്തത്തിൽ 62 ദിവസമാണ് ഇനിയും സിവിൽ എക്സൈസ് ഓഫീസറിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സമയം. മക്കളെ, ഈ സമയത്ത് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വന്നിട്ടുണ്ട്. എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തത്? ഒരുപാട് പേരുടെ ഏതാണ്ട് 20,000-ഓടടുത്ത് ആളുകൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. പരീക്ഷ എഴുതാൻ 20,000-ഓളം ആളുകളുടെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പൊ തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണം 18,368 പേരായിരുന്നു. 18,368 പേരായിരുന്നു. എന്നാൽ അതിൽ കൺഫർമേഷൻ കൊടുത്തത് 15,657 പേര് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,600-ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അത്രയും പേരുടെ കുറവ് വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയാണെങ്കിലോ, കൊല്ലം ജില്ലയിൽ 10,109 പേരാണ് അപ്ലൈ ചെയ്തത്. അതിൽ കൺഫർമേഷൻ കൊടുത്തത് 8,434 പേരാണ്. ഏതാണ്ട് 1,600 പേര് അവിടെയും എന്ത് ചെയ്തിട്ടില്ല? കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. പത്തനംതിട്ടയിൽ 6,018 പേരായിരുന്നു കൺഫർമേഷൻ അപ്ലൈ ചെയ്തിരുന്നത്. കൺഫർമേഷൻ കൊടുത്തത് 5,125 പേർ. 1000 പേരുടെ അടുത്ത് അവിടെയും കുറവുണ്ട്. ദെൻ ആലപ്പുഴ ജില്ല 7,572, കൺഫർമേഷൻ കൊടുത്തത് 6,336 പേരാണ്. കോട്ടയം 7,203 പേര് അപ്ലൈ ചെയ്തപ്പോൾ 6,187 പേരാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തത്. ഇടുക്കി ജില്ലയിൽ 7,584 പേര് അപ്ലൈ ചെയ്തപ്പോൾ 6,539 പേരാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി എറണാകുളം ജില്ല നോക്കിയേ, 11,604 പേര് അപ്ലൈ ചെയ്തു. 9,923 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല 7,520 പേര് അപ്ലൈ ചെയ്തപ്പോൾ 6,303 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. പാലക്കാട് ജില്ല 11,622 പേരാണ് അപ്ലൈ ചെയ്തത്. 9,820 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ല 10,132 പേര് അപ്ലൈ ചെയ്തു. 8,433 പേരാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തത്. 8,433 പേര് കൺഫർമേഷൻ കൊടുത്തു. കോഴിക്കോട് ജില്ല 11,552 പേരാണ് അപ്ലൈ ചെയ്തത്. 9,653 പേര് കൺഫർമേഷൻ കൊടുത്തു. വയനാട് ജില്ല 5,254 പേര് അപ്ലൈ ചെയ്തു. 4,567 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. കണ്ണൂർ ജില്ല 8,022 പേര് അപ്ലൈ ചെയ്തപ്പോൾ 6,773 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. കാസർഗോഡ് ജില്ല 5,351, കൺഫർമേഷൻ കൊടുത്തത് 4,538. അതായത് കേരളം മുഴുവൻ 1,27,911 പേര് അപ്ലൈ ചെയ്തെടുത്ത് 1,08,289 പേർ മാത്രമേ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. അതായത് 19,622. 20,000 പേരോളം എന്ത് ചെയ്തിട്ടില്ല? കൺഫർമേഷൻ കൊടുത്തില്ല. ഇനി കൺഫർമേഷൻ കൊടുത്തവരിലും കുറെ ആളുകൾ പരീക്ഷ എഴുതാനായിട്ട് വരില്ല. അപ്പൊ എറൗണ്ട് കേരളം മുഴുവൻ ഒരു 15,000-നടുത്ത ആളുകൾ മാത്രമായിരിക്കും സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പോസിറ്റീവായിട്ട് അതിനെ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറയുകയാണ്. കുറച്ചുകൂടി ആളുകൾ കുറച്ചേ പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇനിയുള്ള സമയം കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കുക, കുറച്ചുകൂടി ഒന്ന് ആവേശത്തോടു കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ ഒരു ഡേറ്റ ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ബാച്ച് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കാക്കി അണിയുക എന്ന ലക്ഷ്യമുള്ള നിങ്ങൾ CPO, അതേപോലെ തന്നെ WCPO, ഫയർമാൻ, ദെൻ അതേപോലെ തന്നെ ഇപ്പോഴുള്ള CEO, സിവിൽ എക്സൈസ് ഓഫീസർ, ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് ഓപ്പറേഷൻ കാക്കി ബാച്ച്.
ഈ ബാച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. വളരെ കുറച്ച് നാളുകൾ കൂടി മാത്രമേ ബാച്ച് അഡ്മിഷൻ ഉണ്ടാവുകയുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടോടുകൂടി അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അതായത് ബാച്ചിൽ നിങ്ങൾക്ക് 20% റമദാൻ പ്രമാണിച്ചൊരു ഓഫർ ഉണ്ട്. അതുകൊണ്ട് ആ ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇന്നുകൂടി മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു ഓഫർ എടുക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഈ ഓഫർ എടുക്കാനായിട്ട് നമ്മുടെ ആപ്പ്, നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് ഉണ്ടാകും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ കോഴ്സ് എടുത്താൽ മതി. കോഴ്സ് എടുത്തതിന് താഴെ അവിടെ റമദാൻ RAMADAN റമദാൻ 20 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 20% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ബാച്ചിലേക്ക് വന്നാൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. ഇതിന്റെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുകളോട് അടങ്ങുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഇതിന്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കും കിട്ടും. അതിന്റെ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാനായിട്ട് പറ്റും. അതിനൊരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും, ഒരു മെന്റർ ഉണ്ടായിരിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ നോട്ടെല്ലാം പ്രിന്റബിൾ നോട്ടാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്ന നോട്ടാണ്. അതുകൊണ്ട് പ്രിന്റബിൾ നോട്ട് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. ഇനി അതും കൂടാതെ ഒരു പ്രത്യേകത കൂടി ഉള്ളത്, ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഈ നോട്ട് സ്ലൈഡ് അല്ല, A4 സൈസ് നോട്ടാണ്. അതായത് ക്ലാസ്സിൽ എന്തുണ്ടോ അതെല്ലാം നോട്ടിൽ കാണും. പരമാവധി എക്സാമുകളും നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും ബാച്ചിലർ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ചു പോവുക. നമുക്ക് ക്ലാസ്സിൽ കാണാം.